പല അതിജീവിതകളും കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ആൾക്കാരെ എനിക്കറിയാം. എന്നെ വിളിക്കുന്ന എൻ്റെ അതിജീവിതരായിട്ടുള്ള സുഹൃത്തുക്കൾ ചിലരൊക്കെ വളരെ സങ്കടകരമായ അവസ്ഥയിലാണ്. അപ്പോൾ അവർ പറയുന്നത്, ആശയും കൂടി എന്തിനാണ് ഇതിൽ ഇറങ്ങുന്നത്? ഇത് ഓൾറെഡി ഈ ഒരു അവസ്ഥയിലാണ്, പിന്നെ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ മുന്നിലേക്ക് വരുന്നത്? ഒരു പുരുഷന് അയാളുടെ കീപാഡിൽ ഈ വൃത്തികെട്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഡാഷാണ് ഇതൊക്കെ ആലോചിക്കുന്നത്. ഗവൺമെൻറ് ഇതിനെ വേറൊരു തലത്തിൽ ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അത് എൻ്റെ മാത്രം കേസല്ല. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിന് ഇത്രയും കരുണയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ പ്രശ്നം. ഏതൊരു കാര്യത്തിനെയും ശ്രദ്ധയോടെ സമീപിക്കുന്ന ഗവൺമെൻറ് ഈ കാര്യത്തിനെ എന്തുകൊണ്ട് ഇത്രയും ലഘുവായി കാണുന്നു? നടി ആക്രമിക്കപ്പെട്ടിട്ട് ഇന്ന് 9 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ആ സംഭവത്തിന് ശേഷം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനുമെല്ലാം കമ്മിറ്റികളും കമ്മീഷനുകളും ഒക്കെ ഉണ്ടായി. പക്ഷെ ഇന്നും സിനിമാ മേഖലയിൽ നിന്നും താൻ നേരിട്ട അതിക്രമത്തെക്കുറിച്ച് തുറന്നു പറയാൻ നമ്മളോടൊപ്പം ഒരു സ്ത്രീയുണ്ട്, ഡോക്ടർ ആശ ചി ജോസഫ്. നമസ്കാരം. ഒരു സ്ത്രീ നേരിട്ട അതിക്രമം തുറന്നു പറയുകയാണ്, സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ ഇപ്പോൾ നടത്തുന്നത്? സിസ്റ്റത്തെ നവീകരിക്കേണ്ടത് ആരാണ് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിലും മുന്നിലും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കാണുന്ന സെക്ഷൽ വയലൻസിലുള്ള കൂടുതൽ, പ്രത്യേകിച്ചും സിനിമ എങ്ങനെയാണ് വയലൻസിനെ കാണുന്നത്, വളരെ എളുപ്പത്തിലുള്ള ലാഭത്തിന് വേണ്ടി, കൂടുതൽ ഐബോൾസിന് വേണ്ടി ഒക്കെ നമ്മളെങ്ങനെയാണ് വയലൻസിനെ ചിത്രീകരിക്കുന്നത്, ഇതൊക്കെ എൻ്റെ മനസ്സിൽ വലിയ നെരിപ്പോടുകളാണ്. കാരണം ഞാൻ ഒരു അധ്യാപികയാണ്. പ്രൈമറിലി ഐ വുഡ് വെരി മച്ച് ലവ് ടു ടീച്ച് ഇൻ ദ സെൻസ്, ഇപ്പോൾ ടീച്ചിങ് വേണ്ട, മെൻറ്ററാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മോഡൽ ആവശ്യമുണ്ട്. എന്തെങ്കിലും തരത്തിലൊരു മോഡൽ കമ്മ്യൂണിക്കേഷൻ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഈ 9 വർഷത്തിന് ശേഷവും നമ്മൾ നമ്മുടെ സർക്കാരിനെ വിശ്വസിച്ച് ഒരു കത്തെഴുതുന്നത്. അത് വളരെ കോൺഫിഡൻഷ്യലായിട്ടാണ് എഴുതുന്നത്. കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഉദ്ദേശമല്ല. ഇത്രയും ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടും ഞാൻ ആ ബുദ്ധിമുട്ട് മറ്റുള്ളവരിലേക്ക് പടരേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് സർക്കാരിനെ വിശ്വസിച്ച് ഒരു കോൺഫിഡൻഷ്യൽ കത്തെഴുതുന്നത്. സർക്കാർ നമുക്ക് നല്ല സിഗ്നൽസാണ് തന്നിട്ടുള്ളത്. അതായത് 4 ദിവസത്തിനകം കാര്യങ്ങൾ പരിഹരിക്കും എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ചും പോലീസ് സേനയിലുള്ള ആൾക്കാരെ വിടുന്നു എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നമ്മളെ കബളിപ്പിച്ചോ, എന്തിനാണ് ഇങ്ങനെ ഒരു, അതായത് 4 ദിവസം കഴിഞ്ഞിട്ട് വളരെ അർജൻസിയോടെ പോലീസിനെ വിട്ട അതേ സംവിധാനം പിന്നീട് FIR എടുക്കാനായിട്ട് കുറേ വൈകുന്നു. അപ്പോൾ നമ്മുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ മാറുന്നു. നമ്മൾ പെട്ടെന്ന് പുറത്തു വന്ന് ഒരു മീഡിയ ഹൈപ്പ് ഉണ്ടാക്കി സെൻസേഷനലാക്കിയിട്ട് ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം മീഡിയയ്ക്ക് മീഡിയയുടേതായ പ്രശ്നങ്ങളുണ്ട്. അത് ഞാനൊരു മീഡിയ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയാണ് ഇതിനെ നേരിടുക എന്നുള്ളൊരു വലിയ ഒരു കഠിനമായ ചോദ്യം വന്നു. കാരണം ഗവൺമെൻറ് ഇതിനെ വേറൊരു തലത്തിൽ ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അത് എൻ്റെ മാത്രം കേസല്ല. പല കാര്യങ്ങളിലും അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ, ഇത് ഗവൺമെൻറ് മാത്രമല്ല. ഇപ്പം നമുക്ക് നടി ആക്രമിക്കപ്പെട്ട കേസ് തന്നെ എടുത്താൽ അറിയാം. വലിയ തോതിലുള്ള പണവും അധികാരവും കൈയാളുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ ഒതുക്കി തീർക്കുന്നത്, അല്ലെങ്കിൽ സൈലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈലൻസിങ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആണ്. ആ സൈലൻസിങ്ങിൽ നിയമത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെയും അങ്ങനെ തന്നെ ഉപയോഗിക്കപ്പെടുന്നു. അതായത് അതിജീവിത അല്ലെങ്കിൽ ഇര എന്നൊക്കെ പറയുന്നത് ഒരു പ്രൊട്ടക്ഷനാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് യാതൊരു പ്രൊട്ടക്ഷനും കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് നമ്മൾ ഇത് എന്ത് വന്നാലും
ഇപ്പോൾ എൻ്റെ കേസ് എന്ന് പറയുന്നതിനേക്കാളും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 10-30 വർഷത്തിലധികമായിട്ട് മേ ബി ഫോർ ലോങ് ഇയേഴ്സ് എങ്ങനെയാണ് സ്ത്രീകൾക്ക് നേരെ ഉള്ള ഹാരസ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യപ്പെടുന്നത്, അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് നേരെയുള്ള ഹാരസ്മെൻറ്റ്സും അതിക്രമങ്ങളും വയലൻസും കൺസിഡർ ചെയ്യപ്പെടുന്നത്. ദിസ് ഈസ് വെരി പെയിൻഫുൾ. പക്ഷെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുള്ള ആയിരക്കണക്കിന് മനുഷ്യരെ നമ്മൾ കാണുകയാണ്. അതും റിപ്പോർട്ടിങ് കൂടുകയാണ്. ഈ ഇൻസിഡൻസിൻ്റെ റിപ്പോർട്ടിങ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ദർ നീഡ്സ് ടു ബി ആൻ എൻഡ്, സ്റ്റോപ്പ് എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. ആ സ്റ്റോപ്പിൻ്റെ തുടക്കമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഒരു തുറന്നു പറച്ചിൽ നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഇപ്പോഴും ആ സർവൈവൽ നടത്താൻ കഴിയാത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും സർവൈവലിനെ സംബന്ധിച്ച് നമ്മൾക്ക് പലതരം അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം നടിയുടെ സർവൈവൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു സമൂഹമായിട്ട് കണ്ട കാര്യമാണ്. സർവൈവൽ എന്ന് പറയുന്നത് വെറും ദൈനംദിനം ജീവിച്ചു പോകുക എന്നുള്ള ഒരു സർവൈവൽ അങ്ങനത്തെ ഒരു വാക്കാണ്. അതായത് അതൊരു സമൃദ്ധമായ ജീവനല്ല, അത് അരികുപറ്റി എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പം അതിജീവനമാണോ ഒരാൾ ഇതുപോലെ ജനാധിപത്യപരമായി നടത്തപ്പെടുന്ന ഒരു സിസ്റ്റമുള്ള ഒരു രാജ്യത്ത് പ്രതീക്ഷിക്കുന്നത്? 95% ആൾക്കാരും അതിജീവനം നടത്തുന്ന ദൈനംദിന ഒരു സാഹചര്യത്തിൽ അതിന് മേലെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനെ അതിജീവനമായിട്ട് കാണാൻ സാധിക്കുന്നില്ല, അതിലും താഴെയാണ്. വിധി പറഞ്ഞതിന് ശേഷം അവർ എഴുതിയിട്ടുള്ള ആ ഒരു കാര്യം, അതെനിക്ക് തോന്നുന്നു നമ്മളെ സമൂഹമായിട്ട് നമ്മളെ ഹൃദയം പൊട്ടിച്ചിതറി 10,000 ലക്ഷം കഷണങ്ങളായി മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരെ അതിജീവനത്തിന് പോലും സഹായിക്കുന്നില്ല. എനിക്ക് മതി, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിപ്പോയാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യം, അതാണ് വലിയ തോതിൽ സമൂഹം എന്നുള്ള രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. കാരണം ഞാനിപ്പോൾ ഈ കേസിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. എനിക്ക് ഏകദേശം 1-2 മാസമായിട്ടേ ഉള്ളൂ ഞാൻ ഈ നിയമവ്യവസ്ഥയോടും പോലീസ് സേനയോടും ഒക്കെ ഇടപെടാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇടപെടുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് വ്യക്തിപരമായ വളരെ എംപത്തറ്റിക്കായിട്ടുള്ള സമീപനങ്ങളുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ സിസ്റ്റമിക് എംപതി എന്ന് പറയുന്നത് വളരെ 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 ലോ ആണ്. സിസ്റ്റമിക് ഇംപ്യൂണിറ്റി എന്ന് പറയും. ശിക്ഷയൊന്നും ലഭിക്കില്ലല്ലോ. എന്ത് ശിക്ഷ ലഭിക്കാനാണ്? ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയും മറ്റുള്ള മാധ്യമങ്ങളുമൊക്കെ ഒരു അതിക്രമം നടന്നാൽ ഒരു അതിക്രമിയെ എങ്ങനെയാണ് സമൂഹം സ്വീകരിക്കുന്നത്, അയാൾക്ക് ജീവിക്കാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടുകൾ സമൂഹം തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അതിക്രമിക്കപ്പെട്ടവൾ ജീവിതം തുടങ്ങുന്നത് തിരിച്ച്? നമുക്കറിയാം, ട്രോമയിലൂടെ കടന്നു പോയിട്ട്, ഞാൻ വളരെ വേദനയോടെയാണ് പറയുന്നത്, നമ്മുടെ പല അതിജീവിതകളും കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ആൾക്കാരെ എനിക്കറിയാം. കാരണം ഞാൻ ഇത് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്, ടെലിവിഷന് മുന്നിലും പത്രത്തിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്ന എൻ്റെ അതിജീവിതരായിട്ടുള്ള സുഹൃത്തുക്കൾ ചിലരൊക്കെ വളരെ സങ്കടകരമായ അവസ്ഥയിലാണ്. അപ്പോൾ അവർ പറയുന്നത്, ആശയും കൂടി എന്തിനാണ് ഇതിൽ ഇറങ്ങുന്നത്? ഇത് ഓൾറെഡി ഈ ഒരു അവസ്ഥയിലാണ്, പിന്നെ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇതിന് മുന്നിലേക്ക് വരുന്നത്? പക്ഷേ സിസ്റ്റമിക് അക്കൗണ്ടബിലിറ്റി, സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഇമ്പ്യൂണിറ്റിയോട്, അതായത് ശിക്ഷയൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്കൊക്കെ എന്ത് ശിക്ഷയാണ്, അത്രയും ധൈര്യം. അതായത് അവർ ഒരിക്കലും ഒരു രീതിയിലും ഒരു ആക്ടിവിസ്റ്റോ വേറൊരു തരത്തിലും സമൂഹത്തിൽ ഇടപെടാതെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള എന്താ പറയുക, സാധാരണ വളരെ പ്രസിദ്ധയായിട്ടുള്ള ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ ജീവിച്ചിരുന്ന ഒരാൾ, അവർ ആ അതിക്രമം നടന്നിട്ട്
അടുത്ത കുറേ മണിക്കൂറുകൾക്കുള്ളിൽ തീരുമാനിക്കുകയാണ് എനിക്ക് പരാതി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എന്തുമാത്രം ഒരു അവസ്ഥയിലെത്തിച്ചിട്ടായിരിക്കും അവരങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പം എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും, ഞാൻ വളരെ ശ്രദ്ധിച്ചെടുത്ത ഒരു തീരുമാനമാണ്. ഞാൻ പരാതി കൊടുക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്ന് എന്നോട് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന ആ സമൂഹത്തിൻ്റെ ശബ്ദം എങ്ങനെയൊക്കെയോ ചവിട്ടി അരച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ള ഈ പാത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ ആ ഒരു 2-3 മണിക്കൂറിനകം അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ എന്ത് തരം ആഘാതമാണത് സൃഷ്ടിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നിട്ടാണ് ഈ 9ാം വർഷം നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ, ഒരു ക്രൈം കണ്ടാൽ നമ്മൾ ആദ്യം സമീപിക്കുക പോലീസിനെയാണ്. പക്ഷെ ആശയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയിലേക്കാണ് എത്തിയത്. മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് പരാതിക്കും അപ്പുറം എന്നുള്ള പോയിന്റിലാണ് എഴുതുന്നത്. കാരണം എന്നോട് എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ തീർച്ചയായിട്ടും പരാതി വേണമല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വളരെ ഒരു റേജ് വരികയാണ്. കാരണം ഈ പരാതികളെല്ലാം കൊടുത്ത് അതും ഈ വിധി വരാൻ പോകുന്ന അതിജീവിത ആയിട്ടുള്ള ആക്ട്രസിൻ്റെ വിധി വരാൻ പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഡാഷാണ് ഇതൊക്കെ ആലോചിക്കുന്നത്. അപ്പം എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ അതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് പരാതി പോരാ, പരാതി അല്ല. അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഒരു അപ്രോച്ച്, അതായത് ഏതൊരു ക്രിമിനൽ കേസിനേക്കാളും അതിഭീകരമായ അവസ്ഥയാണ് ഒരു ലൈംഗിക പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കൊരു പ്രിവിലേജ് ഉണ്ട്, ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ ഒരു അധ്യാപികയാണ്, ഞാനൊരു ഫിലിം മേക്കറാണ്, ഞാൻ WCCയുടെ സ്ഥാപക അംഗമാണ്, ഞാൻ എത്രയോ വർഷമായിട്ട് സിനിമയും ടെലിവിഷനും അധ്യാപനവും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് സമൂഹത്തിൽ ഉള്ള സ്ഥാനം ഏകദേശം എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ എന്നെ സംബന്ധിച്ചും ഞാൻ ഉദ്യോഗം വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു സെക്കൻഡറി സിറ്റിസണാണ്. അപ്പോൾ ഈ പീഡനത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും പോയി പറയുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മറ്റൊരു ക്രൈമിനേക്കാളും അതിപ്പം സ്ത്രീകൾ മാത്രമല്ല, ദളിതുകൾ, ആദിവാസികൾ, ക്യൂർ മനുഷ്യർ, കുട്ടികൾ, ഇതെല്ലാതും ഈ ഒരു കാര്യത്തിൽ ആണുള്ളത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പരാതിക്കപ്പുറം പോകേണ്ട ഒരു അവസ്ഥ എത്തിയിരിക്കുന്നു. ഇറ്റ്സ് സച്ച് എ സാഡ് സ്റ്റേറ്റ് എന്നാണ്. അപ്പം ഞാൻ എഴുതുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നത്, ഒരു ഇംഗ്ലീഷിലാണ് കത്തെഴുതിയത്. എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഭാഷ കുറച്ചുകൂടെ ഇംഗ്ലീഷ് ആയതുകൊണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ ഡിക്ലറേഷനാണെന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് എനിക്ക് അന്നങ്ങനെ പറയാൻ തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊരു രാഷ്ട്രീയ സമീപനം മാറേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ വളരെ വിശ്വസിക്കുന്ന ഒരു ഗവൺമെൻറ് ഏതൊരു കാര്യത്തിനെയും ശ്രദ്ധയോടെ സമീപിക്കുന്ന ഗവൺമെൻറ് ഈ കാര്യത്തിനെ എന്തുകൊണ്ട് ഇത്രയും ലഘുവായി കാണുന്നു, അത് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ചും കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ അസംബ്ലി സമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഫിലിം പോളിസിയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഫിലിം പോളിസിയിൽ ഏറ്റവും ശ്രദ്ധയോടെ പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ജെൻഡറാണ്. അതായത് സ്ത്രീകൾക്ക് തൊഴിലിടത്തിൽ വളരെ സൗകര്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഈ പറയുന്ന ആക്ട്രസ് അസോൾട്ട് മുതൽ ഇതുവരെ നമ്മൾ ഈ പണി മുഴുവൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പണി ചെയ്യുന്ന ഒരാളോട് ഇങ്ങനെ ചെയ്യാമെങ്കിൽ വാട്ട് ഈസ് ദ ഹോൾ സിറ്റുവേഷൻ ഫോർ എനി പേഴ്സൺ? ഒരു മേക്കപ്പ് പേഴ്സൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു ആക്ട്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു സിനിമാറ്റോഗ്രാഫറുടെ അവസ്ഥ എന്തായിരിക്കും? ഇതിൽ സ്ത്രീകളെ വിസിബിലിറ്റി ഇല്ലാത്ത ഒരു സമൂഹത്തിൽ യഥാർത്ഥത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജോബ്സ് സ്ത്രീകൾ ചെയ്യുമ്പോൾ സമൂഹം വളരുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്രയും പിതൃമേധാവിത്വമുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ഇതൊക്കെ സംസാരിക്കണം
ഇങ്ങനെ തന്നെ സംസാരിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ നമ്മൾ ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ നടത്തണം. അപ്പോൾ പരാതിക്ക് മേലെയുള്ള ഒരു തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയോട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ അപ്പീൽ ഒന്നുമില്ല. ഒരു മാധ്യമത്തോടുള്ള തുറന്നു പറച്ചിൽ എന്നതിനപ്പുറത്തേക്ക് താൻ നേരിട്ട അതിക്രമത്തെ മറ്റൊരു വ്യക്തിയോട് തുറന്നു പറയുക എന്നുള്ളത് അതിദുഷ്കരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് പറയുന്നതും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും? മുഖ്യമന്ത്രി ചിലപ്പോൾ വളരെ നല്ല ഇൻറ്റൻഷനോടെ ആയിരിക്കാം പോലീസിനോട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ നല്ല ഇൻറ്റൻഷനോടെ പറയുന്ന ഈ കാര്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നോർമലായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഇങ്ങനെയാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നു. അവിടെ പിന്നെ ജോലി സ്ഥലത്തെ അതിക്രമം എന്നുള്ള രീതിയിലുള്ള ആ ആക്ടേ പരാമർശിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു അതിക്രമം നടന്നു എന്നുള്ള രീതിയിൽ അതിനെ ജനറലൈസ് ചെയ്യുന്നു. ഇത് എല്ലാ കേസുകളിലും സംഭവിക്കുന്നതാണ് എന്നെനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ മുഖ്യമന്ത്രിക്ക് പരാതിക്കപ്പുറം ഉള്ള ഒരു പരാതി എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത്തരം ഒരു കാര്യത്തിനും ഇത്രയും ജനറലൈസേഷനും ഇത്രയും ഡീറ്റെയിൽസിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യമില്ലായ്മയും അതൊരു സിസ്റ്റമിക് പ്രോബ്ലമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഞാൻ തെളിവെടുപ്പിനായിട്ട് പോകുമ്പോൾ പോലീസ് യൂണിഫോമിൽ ഒരു 4 or 5 പുരുഷന്മാർ എൻ്റെ കൂടെ ഉണ്ട്. ഇതൊരാവശ്യമില്ല. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഒരു ഇരയ്ക്ക്, ഒരു സർവൈവറിന് കൊടുക്കാവുന്ന കംഫർട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും ആ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവരെ അത്രയും ട്രോമയിലേക്ക് തള്ളിയിടുക എന്ന് പറഞ്ഞാൽ അത് സംവിധാനത്തിനുള്ള പ്രശ്നമാണ്. അല്ലാതെ എൻ്റെ സ്പെഷ്യൽ കേസിനുള്ള പ്രശ്നമേ അല്ലാതെ. എൻ്റെ സ്പെഷ്യൽ കേസിന് വളരെ പരിഗണന കിട്ടി, ഒരു സംശയമില്ല. പക്ഷേ ചെയ്തു വരുമ്പോൾ അതെല്ലാതും ഓപ്പോസിറ്റ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നാണ് എനിക്ക് പഠിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ പറയുന്ന കാര്യം ഈ പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ എറണാകുളത്ത് ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഒരു എന്താ പറയുക 3D മോഡലിങ്ങിൽ പറയാവുന്ന ഒരു കാര്യമാണ്. ഇതിങ്ങനെ ഒരു മുറിയാണ്, ഈ മുറിയിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് പറയേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഒരു അതിജീവിതനെ അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് വീണ്ടും അതേ സ്ഥലത്തേക്ക് കൊണ്ടുപോയി, വീണ്ടും ആ മുറിക്കകത്തേക്ക് കൊണ്ടുപോയി, വീണ്ടും അത് നമ്മളീ മാറിയെന്ന് പറയുന്ന ഇൻ്റർനെറ്റിൻ്റെ കാലഘട്ടത്തിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ അടുത്തത് പിന്നെ നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടറിലേക്കും കോടതിയിലേക്കുമാണ് പോകുന്നത്. അവിടെ ഇപ്പം നമുക്ക് കേസുകൾ വളരെ കൂടുതലാണ്. നമുക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ ഒരു കുറ്റവും പറയാൻ പറ്റില്ല പലപ്പോഴും. പക്ഷേ ഇത്തരം കേസുകൾ ഡീൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ് എല്ലാ കേസുകൾക്കും ഇതേ പ്രശ്നം തന്നെയുണ്ട്. അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറയും. ക്വാളിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ പരാതി യഥാർത്ഥത്തിൽ വീണ്ടും 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 പരാതിപ്പെടുന്ന ഒരു എഫക്റ്റാണ് ഉണ്ടാകുന്നത്. ഒന്നും നടക്കുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല. അപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വിധിച്ച ജഡ്ജി, എനിക്കറിഞ്ഞൂടെ ആരാണ് വിധിച്ചത്, എന്താണ് സംഭവിച്ചത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എന്നോട് ഈ അതിക്രമം പ്രവർത്തിക്കാൻ തയ്യാറായ ഒരു മനുഷ്യന്, അദ്ദേഹം പ്രായമായത് ഇപ്പോഴല്ലല്ലോ, അദ്ദേഹത്തിന് പ്രായമുള്ള സമയത്താണ് എന്നോട് അതിക്രമം പ്രവർത്തിക്കുന്നത്. അപ്പോൾ കോടതി കാണുകയാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കാം. അപ്പോൾ ഇതെന്താണ് ഞാൻ വീണ്ടും പറയുന്നത്, ഈ സിസ്റ്റത്തിൻ്റെ ഒരു സ്ത്രീകളോടും അരികവൽക്കരിക്കപ്പെട്ടവരോടും കുട്ടികളോടുമുള്ള സമീപനം ത്തിൽ വലിയ ശരിയില്ലായ്മയുണ്ട്. ആ ശരിയില്ലായ്മ നമ്മൾ പരിഹരിച്ചേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മളോട് ചോദിക്കും. ഈ നമ്മൾ നടി ആക്രമിക്കപ്പെട്ട കേസിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ വിചാരണ വേളയിൽ ഈ ആക്രമിക്കപ്പെട്ട നടി കോടതി മുറിക്കുള്ളിലേക്ക് കരഞ്ഞുകൊണ്ടുപോയി, വിചാരണയ്ക്ക് വന്ന ദിവസങ്ങളിലെല്ലാം കരഞ്ഞുകൊണ്ട് പോവുകയായിരുന്നു ചെയ്തതെന്നുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പരാതിപ്പെട്ടാൽ, സ്ത്രീക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ അവൾ പരാതിപ്പെട്ടാൽ ആ അതിക്രമം നടന്നു എന്ന് തെളിയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൂടി ആ ഒരു സ്ത്രീക്ക് മേൽ
ചുമത്തപ്പെടുകയല്ലേ ചെയ്യുന്നത്. എനിക്ക് അമൃത, അത് ഞാൻ പറയാതെ അമൃത പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മളിത് പറഞ്ഞ് നമ്മൾ തന്നെ പറയുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. നിങ്ങളത് പറയുമ്പോൾ വലിയൊരു സമാധാനമാണ്. അതായത് നമുക്ക് കൂടെ പറയാൻ ആളുണ്ട് എന്നുള്ള സമാധാനമുണ്ട്. അത് തന്നെയാണ് നടക്കുന്നത്. വീണ്ടും 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 അത് തന്നെയാണ് നടക്കുന്നത്. സോ വേർ ഈസ് ദ ഡിഫറൻസ്, വേർ ഈസ് ദ ചേഞ്ച്, വാട്ട് ചേഞ്ച് ഡു വി ഹാവ് ടു മേക്ക് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. നമുക്ക് ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഉണ്ടാവണ്ടേ? സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം സമൂഹത്തിൽ കാണാൻ സാധിക്കണ്ടേ? ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമുക്കറിയാം പലതും ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ചേഞ്ചുകളാണ് ഏറ്റവും ഗംഭീര ചേഞ്ചുകളായിട്ട് കരുതുന്നത്. അതായത് ബാത്റൂമുകളില്ലെങ്കിൽ ബാത്റൂമുകൾ ഉണ്ടാക്കുക, പിന്നെ അതുപോലെ പലതരം ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ സ്കൂളുകളുടെ വികസനം എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതേസമയം സ്കൂളുകളുടെ വികസനത്തിൽ ഏറ്റവും കോറായിട്ടുള്ള ഏരിയയാണ് സെക്സ് എഡ്യൂക്കേഷൻ. ഈ സെക്സ് എഡ്യൂക്കേഷൻ ഒരു കാരണവശാലും ഒരു ഗവൺമെൻറ്റും പ്രാവർത്തികമാക്കുന്നില്ല. അപ്പം നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? നമ്മൾ കുറച്ച് വർഷങ്ങൾ അല്ലെ ദശകങ്ങൾക്ക് മുന്നേ നമുക്ക് ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു. ഇപ്പം ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചാണ് പ്രധാനം. അത് കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെയും ഒക്കെ സംഭവിച്ച ഒരു വ്യത്യാസമാണ്. അതായത് നമുക്ക് സംവിധാനങ്ങളുണ്ടെങ്കിൽ, അതായത് ഫിസിക്കലായിട്ടുള്ള വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യത്യാസം അനുഭവപ്പെടും. ശരിയാണ്, നമുക്ക് കെട്ടിടങ്ങൾ നമ്മളിങ്ങനെ പണിത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, തീർച്ചയായിട്ടും. പക്ഷേ ഈ കെട്ടിടങ്ങൾ ഉപയോഗിക്കാൻ ആളുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ജനറലായിട്ട് പറയുകയാണ്, ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ നമ്മുടെ മനുഷ്യരുടെ മാനസികാവസ്ഥ മോശമായി കഴിഞ്ഞാൽ എന്തിനാണ് നമ്മളിത് പണിത് ഉയർത്തുന്നതെന്നൊരു ചോദ്യമില്ലേ? ഈ ഇൻഫ്രാസ്ട്രക്ചർ പണിത് ഉയർത്തുമ്പോൾ വീണ്ടും വീണ്ടും ഒരാൾ അപമാനിക്കപ്പെടുകയാണെങ്കിൽ അയാൾക്ക് എങ്ങനെ ഒരു സമാധാനം ഉണ്ടാവുക? അതായത് നമ്മൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്യുന്നു, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇത് ചെയ്യുന്നു. ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ അതാണ് ഇന്നത്തെ ലൈൻ, അതാണ് ഇന്നത്തെ ഒരു എന്താ പറയുന്നത്, അങ്ങനെ ആയിരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നമ്മൾ മടുക്കും. ഈ പറയുന്ന അതിജീവിതകളോട് അവർക്ക് സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ പരാതി നൽകൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അവൾക്കൊപ്പം എന്ന് പറയുന്ന, ഇപ്പം WCC ഉണ്ടാക്കിയ ക്യാമ്പയിനാണ്. പക്ഷേ അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവൾക്കൊപ്പത്തിൻ്റെ ആക്ഷൻ എന്നുള്ളത് ഈ കോണ്ടെക്സ്റ്റിൽ, നമ്മളത് ചോദിച്ച കോണ്ടെക്സ്റ്റിൽ വളരെ പ്രധാനമാണ്. മുഖ്യമന്ത്രിക്ക് 8 പരാതികൾ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 8 കത്തുകൾ അയച്ചിട്ടുണ്ട് എന്ന് കേട്ടു. അത് ശരിയാണോ? സാധാരണ ഒരു കത്തയക്കുമ്പോൾ, പ്രത്യേകിച്ചും ഹയർ ആൾക്കാർക്ക് കത്തയക്കുമ്പോൾ നമ്മൾ റിമൈൻഡറൊക്കെ അയക്കും. അത് സ്വാഭാവികമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനത്തെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ പല കാര്യങ്ങൾ പറഞ്ഞ് പല കത്തുകൾ അയച്ചു എന്നൊന്നുമില്ല. ഇത് 8 കത്തൊന്നും ഇല്ല, അത്രയൊന്നുമില്ല. അതാണ് ഈ സെൻസേഷണലൈസിൻ്റെ പ്രോബ്ലമാണ്, ഈ കുറേ കത്തുകൾ അയച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം അങ്ങനെയല്ല. പക്ഷെ നമുക്ക് ഓരോ കാര്യവും ഒരു പ്രാവശ്യം മുഖ്യമന്ത്രിയോട് പറയേണ്ടി വന്നതുകൊണ്ട് വീണ്ടും വീണ്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് തന്നെ പറയേണ്ടി വരികയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വളരെ വ്യക്തമായ രീതിയിൽ എന്നോട് മെയിലിൽ പ്രതികരിക്കാൻ സാധിച്ചില്ല, അത്രേ ഉള്ളൂ. ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഗവൺമെൻറ് എങ്ങനെയാണ്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെയായിരുന്നു. വർക്ക് പ്ലേസ് ഹരാസ്മെൻറ്റിനൊരു നിയമമുള്ളപ്പോൾ ആ നിയമം പരിഗണിക്കുന്നുണ്ടായിരുന്നോ എന്നുള്ള സംശയം ഇപ്പോഴും എനിക്കുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അഡ്വൈസേഴ്സ് അദ്ദേഹത്തിനോട് ഇത് പറയാഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതോ ഇനി അത് വേണ്ടാന്ന് വെച്ചിട്ട് ചെയ്ത്, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഒന്നുകിൽ ആരെങ്കിലും വിളിക്കണം, മുഖ്യമന്ത്രി എന്നെ വിളിക്കണമെന്നൊന്നും എനിക്കില്ല, പക്ഷെ ആരെങ്കിലും വിളിച്ച് ഈ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം കോൺഫിഡൻഷ്യലായിട്ടുള്ള കത്ത് മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന ജൂറി അംഗമായിട്ടുള്ള ഒരാൾ, ഇത്രയും സീനിയോറിറ്റി ഉള്ള ഒരാൾ അയക്കുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നതെന്നുള്ളത് എനിക്കൊരു മറുപടി വേണമല്ലോ. അത് കിട്ടിയില്ല. അത് പോലീസുകാർ വന്ന് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിലൂടെ ആ മറുപടി അവസാനിക്കുന്നു.
പിന്നെ എന്നോട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരാൾക്കാരോ വേറെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാനും വൈസ് ചെയർപേഴ്സണൊക്കെ എന്നെ കാണുന്നുണ്ട്, ഫോണിൽ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്, ഇതിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളെ നമുക്ക് എങ്ങനെയാണ് കുറച്ചുകൂടെ എസ്കലേറ്റ് ചെയ്ത് ഒരു പിന്നെ എന്താ പറയുക, ഒരു പൊതു സൊല്യൂഷനാക്കി മാറ്റാൻ പറ്റുന്നത്. കാരണം കത്തുകൾ അയച്ചു എന്നുള്ളത് ഇമ്മറ്റീരിയലാണ്. കാരണം നമ്മളൊരു കാര്യം നേടിക്കിട്ടാൻ വേണ്ടി 100 കത്ത് വേണേൽ 100 കത്ത് അയക്കും. പക്ഷെ അതല്ല ഇവിടുത്തെ മാറ്റർ. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടോ? ഭീഷണികളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നില്ല, കേരളമല്ലേ, അങ്ങനെ ഭീഷണിയൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് ഈ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുറവ് നമ്മളെ ഹെർട്ട് ചെയ്യും. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുറവ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഒരു കാരണവശാലും നമ്മളെ കേസ് ഇതിൽ ഒന്നുമല്ല. എത്രയോ വലിയ കേസുകൾ, എത്രയോ ഗൗരവപ്പെട്ട മരണങ്ങൾ സംഭവിക്കുന്നു. ഇപ്പം 19-ാം തീയതി ചാലിയാർ പെൺകുട്ടിയുടെ മരണത്തിൻ്റെ 2ാമത്തെ വാർഷികമാണ്. ആ കുട്ടിയുടെ ചേച്ചി നടത്തുന്ന പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നൊന്നര പോരാട്ടമാണ്. അവിടെ അവർക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ചുറ്റുമുള്ള ആൾക്കാർ അത്രയും സഹകരണം ഇല്ലാത്ത ആൾക്കാരാണ്. ഇതെന്ത് മറിമായമാണിത്. നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിന് ഇത്രയും കരുണയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ പ്രശ്നം. കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഭാവി എന്താകും എന്നാണ് കരുതുന്നത്? കേസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറ്റപത്രം കോടതിയിൽ എത്തിയിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ലാത്ത കുറ്റപത്രം ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതുവരെയുള്ള നടപ്പ് രീതി കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല, കുറ്റപത്രമൊന്നും വായിച്ചിട്ടില്ല. നമ്മൾ അപേക്ഷ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. കാരണം അത് നമ്പർ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യണം. പക്ഷെ എനിക്ക് തോന്നുന്നു അത് സ്വാഭാവികമായിട്ട് കേസ് നടക്കാൻ നമുക്ക് കുറേ ഡിലേ ഉണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് കേസ് വിളിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ആരാണ് പ്രോസിക്യൂട്ടറായി വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതെല്ലാതും ഇനി തീരുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് സമയമെടുക്കും ഇത് കേസ് വരാൻ. പിന്നെ അതിന് ട്രയലാണ്. ട്രയൽ പോയി നമുക്ക് അങ്ങനെ അതിൻ്റെ ഡിലേ ഉണ്ടല്ലോ. നമുക്കിപ്പം അറിയാവുന്ന പോലെ അതിക്രമിക്കപ്പെട്ട നടിയുടെ കേസിൽ എത്രയോ നേരാണ് ഇങ്ങനെ പോണത്. നമുക്ക് നീതിയൊന്നും കിട്ടുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഒരു എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത് എല്ലാ അതിൻ്റെയും കാര്യത്തിൽ അങ്ങനെയാണ്. പ്രതി മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് സമീപിക്കുന്ന സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ സമീപിച്ചിരുന്നു, ആശയോട് സംസാരിച്ചിരുന്നു? അതായത് നമ്മളൊരു പരാതിക്കാരി അല്ലെങ്കിൽ ഒരു അതിക്രമം നേരിട്ട വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഫീലിങ്സും നമ്മുടെ പരാതികളും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം കേട്ടിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ നിങ്ങളോടൊപ്പമാണ്, അവൾക്കൊപ്പം സ്റ്റാൻഡാണ്, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഈ വാദം നടക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ ഇരയോട് അവർക്ക് യഥാർത്ഥത്തിൽ ഞാൻ അതിനെ ഒരു ആറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ് ആയിട്ടാണ് കാണുന്നത്. ആ ഒരു സമീപനത്തിൻ്റെ വ്യത്യാസമാണ്. അതായത് ഈ ഇരയാക്കപ്പെട്ട ആൾക്ക് നമ്മളോട് എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടോ എന്നുള്ളതൊരു റിസർച്ചാണ്. ഇന്നത്തെ കാലത്ത് റിസർച്ചാണ് ഏറ്റവും കോറായിട്ടുള്ള കാര്യം. അതായത് നമുക്ക് പുതിയ വിവരങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യത്തിനെ നമ്മുടെ പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര പുതിയ വിവരങ്ങൾ അറിയുന്നു അത്രയും നല്ല. നമ്മൾ ബിഗ് ഡേറ്റയുടെ കാലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ എത്ര കൂടുതൽ കാര്യങ്ങൾ അറിയുന്നു അത്രയും നമുക്കതിനെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ദാറ്റ്സ് എ വെരി ബിഗ് പ്രോമിസ്. പക്ഷേ ഷീ കുഡിൻറ്റ് ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഞാൻ ആസ് എ പ്രൊഫഷണൽ ഐ വിൽ ഓൾവേസ് സേ ദാറ്റ്സ് സംതിങ്. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ സമീപനം കൊണ്ട് പ്രയോജനമില്ല. കാരണം ഇത്രയും ഇതൊക്കെ പറഞ്ഞിട്ടും ഒരു പ്രതിക്ക് അവിടെ ജാമ്യം കിട്ടി. ജാമ്യമില്ലാത്ത സെക്ഷനിൽ കേസിൽ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ എന്നെ സംബന്ധിച്ച് പ്രശ്നമുണ്ട്. എൻ്റെ കാര്യം മാത്രമല്ല, വേറൊരാളുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ ജാമ്യം കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് നമ്മൾ വിചാരിക്കില്ലേ? അത് ഞാൻ
കോടതിയെ ചലഞ്ച് ചെയ്യുമെന്നല്ല, പക്ഷേ ഇതൊരു സ്വാഭാവിക കാര്യമല്ലേ. എൻ്റെ ഈ തുറന്നു പറച്ചിൽ ആരെയെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രമാണ് ഇപ്പോൾ തുറന്നു പറയുന്നത്. കാരണം എൻ്റെ കേസ് വേറൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്രോപ്പർ പ്രൊസീജിയറലായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നടി ആക്രമിക്കപ്പെട്ടിട്ട് 9 വർഷം തികയുന്ന ദിവസമാണ്. അവൾക്കൊപ്പം എന്നുള്ള ടാഗ് ലൈനിൽ നമ്മളിന്ന് മെഴുകുതിരി കത്തിക്കുന്നു, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അത് മതിയോ? ഇപ്പോഴും ഈ ഒരു കേസിൻ്റെ വിധി വന്നതിന് ശേഷവും വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം അവൾക്കെതിരെ നടക്കുന്നുണ്ട്. അവൾക്ക് കൂട്ടായി നിന്നവർക്കെതിരെ നടക്കുന്നുണ്ട്. സമൂഹത്തിനെ പങ്കുള്ളൂ. എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവൻ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പുറത്തു വരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരു പുരുഷന് അയാളുടെ കീപാഡിൽ ഈ വൃത്തികെട്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നു. ഈ സൈബർ ഇടത്തിൽ ഇങ്ങനെ നമ്മൾ ഈ കമൻസൊക്കെ നോക്കി വായിക്കുമ്പോഴേ എന്തിനാണ് എഡ്യൂക്കേഷൻ? ഞാൻ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ഐ ആം അഷെയിംഡ് ഓഫ് ദിസ് ഹോൾ തിങ്. അതായത് ആരാണ് ഇവരെ ഇത് പഠിപ്പിക്കുന്നത്? സ്ത്രീകൾക്ക് നമ്മൾ പറയില്ലേ, സ്ത്രീകളോട് പെരുമാറുന്നത്. ഇതൊക്കെ പുരുഷാധിപത്യപരമായ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രസരണമാണ്. അത് എത്ര എഡ്യൂക്കേഷൻ കിട്ടിയാലും നമുക്കത് മാറുന്നില്ല. സവർണ ആണധികാര പ്രശ്നങ്ങളാണിതൊക്കെ. അതായത് ഇത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നവർ ഇതിനെ കൃത്യമായി ഡീല് ചെയ്യാൻ ശ്രമിക്കുന്നില്ലാത്തതുകൊണ്ടാണ്. അതങ്ങനെ പോട്ടെ, ഇതിങ്ങനെ പോട്ടെ, ഏറ്റവും ചെറിയ കാര്യത്തിൽ മുതൽ തുടങ്ങിയാലല്ലാതെ ഈ പറയുന്ന ആൾക്കാരെ, ഗതികെട്ട ആൾക്കാരെ വീണ്ടും അടിച്ചൊതുക്കുന്ന പരിപാടി നിലയ്ക്കാനേ പോകുന്നില്ല. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞൊരു സമൂഹത്തിന് ഒരു കാരണവശാലും അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതാണ് എനിക്ക് ഈ അതിജീവിതയുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഈ പുറത്ത് വന്ന് സംസാരിക്കുന്നത് ഒരു ക്യാമ്പയിൻ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് എൻ്റെ മാത്രം അല്ലെങ്കിൽ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിലല്ല. അതേസമയം ഈ സമൂഹം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രോസസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് പറ്റാവുന്നിടത്തോളം സീറോ ടോളറൻസ് ഫോർ സെക്ഷൽ വയലൻസ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ് തുടങ്ങുന്നത്. അപ്പം ആ ക്യാമ്പയിൻ എല്ലാവരും ഏറ്റെടുത്തെങ്കിലേ മതിയാവുള്ളൂ. അത് ഒരു 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 ചെറിയ പടിയാണ് സെക്സ് എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം, അവെയർനെസ്സിനെ സംബന്ധിച്ചിടത്തോളം. ഈ അവെയർനെസ്സും എഡ്യൂക്കേഷനും ഇല്ലാത്ത സമൂഹം തീർച്ചയായിട്ടും പരാതി കിട്ടിയിട്ട് ഒരു കാര്യമില്ലാത്ത സമൂഹമാണ്. വെറുതെ ആൾക്കാരെ കൊണ്ട് പരാതി പറയിക്കുക, ട്രോമ ഇൻക്രീസ് ചെയ്യിക്കുക. പക്ഷേ അവിടെ യാതൊരു തരത്തിലുള്ള കൃത്യമായ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് തുടങ്ങേണ്ട ഒരു കാര്യത്തിന് നമ്മൾ അവിടേക്ക് തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഈ ക്യാമ്പയിനിൽ ഒരു കാര്യം. പുരുഷന്മാരെ വളരെ സെൻട്രലായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പുരുഷന്മാർക്ക് ഈ കാര്യത്തിൽ എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട്, കെയർ ആവശ്യമുണ്ട്, അവർക്ക് അവരുടെ കൺസ്ട്രക്റ്റ് മാറേണ്ട ആവശ്യമുണ്ട്, അവരുടെ മെൻ്റൽ കൺസ്ട്രക്റ്റ് മാറേണ്ട ആവശ്യമുണ്ട് എന്ന് പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ യങ് പീപ്പിളിന് ഇതൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും അവർക്ക് മുന്നോട്ട് വന്നൊരു കാര്യം കൃത്യമായി പറയാനും ചെയ്യാനുമുള്ള ട്രെയിനിങ് ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്.